ഞാൻ തിരിച്ച് വന്ന് ഫ്യൂസ് എടുത്ത് വെച്ച് പോയി വയറും സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് വന്നു. സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലും ഇത് പിടിച്ച് കഴിയുമ്പോൾ ഒരു കട്ട മാസ്കുലീൻ ഫീലാണ്. അങ്ങനെ ഇത് വെച്ച് ഞാൻ ഈ വയറും കൊണ്ടുവച്ചിരുന്നു. എന്നിട്ട് ഫ്യൂസ് കെട്ടുക എന്നുള്ളത് ഇത്രയും പാടുള്ള പരിപാടിയാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഞാൻ ഒരു സൈഡ് കെട്ടുമ്പോൾ മറ്റേ സൈഡ് ഉരിപ്പും, ആ സൈഡ് കെട്ടുമ്പോൾ ഈ സൈഡ് ഉരിപ്പും. നിങ്ങൾക്ക് ആർക്കും ഇത് മനസ്സിലാവാത്തത്, നിങ്ങൾ ആരും ഫ്യൂസ് കെട്ടിയിട്ടില്ല. ഓക്കെ, ഇത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. എന്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ ഇലക്ട്രിക്കൽ ലാബ് പഠിപ്പിക്കുന്നു എന്ന് ഞാൻ അപ്പം തിരിച്ചറിഞ്ഞു. ഇത് എത്ര കിട്ടിയത് കെട്ടാൻ പറ്റുന്നില്ല. പക്ഷെ അവസാനം ഞാൻ എങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പച്ചൻ കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിനീരാട്ടൊക്കെ കഴിഞ്ഞെത്തി വന്ന് എൻ്റെ സൈഡിൽ വന്ന് നിന്നു. ആ ഫുൾ ഇരുട്ടത്ത് അപ്പച്ചൻ എന്നെ നോക്കി ചിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യാം. ആ ഫുൾ ഇരുട്ടിൽ അപ്പച്ചൻ്റെ വെള്ള പല്ലെനിക്ക് കാണാം. പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഫ്യൂസ് കെട്ടി ഞാൻ ഇതും കൊണ്ട് തിരിച്ച് മെയിൻ സ്വിച്ചിൻ്റെ അവിടെ പോയി. എന്നിട്ട് ഇത് കുത്തുന്നതിന് മുന്നേ ഞാൻ ആ മെയിൻ സ്വിച്ചിൻ്റെ അവിടെ ജസ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിൽ ആലോചിച്ചു, ദൈവമേ, ശരിക്കും ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇനി എനിക്ക് ജീവിതത്തിൽ നീ ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും വേണ്ടില്ല, ഇന്ന് ഈ വീട്ടിൽ കറണ്ട് വരണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ഫ്യൂസ് അകത്തേക്ക് വെച്ചു. ആ ഒരു ലൈറ്റ് ഓൺ ആകുമ്പോൾ ഒരു വാംത്ത് എൻ്റെ കണ്ണിലടിച്ചു. ഞാൻ കണ്ണ് തുറന്നു, എൻ്റെ വീട്ടിൽ കറണ്ട് വന്നു. KGF ഗരുഡനെ കൊന്ന് റോക്കി ബായ് കയറിപ്പോയതുപോലെ ഞാൻ ഒറ്റ കയ്യിൽ സ്ക്രൂ ഡ്രൈവറും കറക്കി കയറിപ്പോയി. ആ KGF അടിമകൾ മൊത്തം റോക്കി ബായ് നോക്കി സല്യൂട്ട് അടിച്ചതുപോലെ എൻ്റെ അമ്മച്ചിയും ചേച്ചിയും എന്നെ നോക്കി സല്യൂട്ട് അടിച്ചു. അവരും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആരുടെ ഒന്നും മിണ്ടാതെ നേരെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഞാൻ പതുക്കെ തിരിഞ്ഞ് ഫാൻ ഓൺ ചെയ്ത് റെഗുലേറ്ററൊക്കെ ഒന്ന് മാറ്റി കറണ്ട് ഉണ്ടെന്ന് കാണിക്കാം.